Hi guys, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാനായിട്ട് പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് ബിരിയാണി. ബിരിയാണിയിൽ ഏത് ബിരിയാണി അങ്ങനൊന്നും ഇല്ല, എനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പൊ കിട്ടിയാലും ഞാൻ കഴിക്കും. അത് ഭയങ്കര ഇഷ്ടമുള്ള, അത് പറയുമ്പോൾ തന്നെ ഒരു എനർജി ആട്ടോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട. അപ്പം ഇന്ന് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് ഫിഷ് ബിരിയാണിയാണ്. അതിന് നമ്മൾ ആദ്യം നല്ലൊരു ഫിഷ് സെലക്ട് ചെയ്യണം. നമുക്ക് ആദ്യം മാർക്കറ്റിലോട്ട് പോകാം, എന്നിട്ട് അവിടുന്ന് നമ്മൾ നല്ലൊരു ഫിഷ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ള പരിപാടി വന്നിട്ട് കാണാം. മാർക്കറ്റിൽ ഒന്നാമത് ഫ്രഷ് മീൻ ഗായ്സ്, അപ്പൊ ഞാൻ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഹമൂർ ആണ്. നല്ല അടിപൊളി ഹമൂർ എനിക്ക് കിട്ടിയ നല്ല കഴുകി വൃത്തിയാക്കി 6 പീസോളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പറയേണ്ട മസാലക്കൂട്ടാണ്. ഇവിടെ പെപ്പർ ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, ജിഞ്ചർ ഗാർലിക്, ചില്ലി ഉണ്ട്, പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്. ഇത്രയും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഹമൂറിലോട്ട് മസാല നല്ല ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. നമ്മുടെ ഫിഷ് മിനിമം 1/2 മണിക്കൂറെങ്കിലും പെരട്ടി വെക്കണം. അതിന് മുന്നേ നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ടിൽഡയുടെ റൈസ് ആണ്. 4 കപ്പ് റൈസ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വാരി 20 മിനിറ്റ് വെക്കണം. ഇനി ബിരിയാണി മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, പെപ്പർ, ഗരം മസാല. 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, 3 ഒനിയൻ എടുത്തിട്ടുണ്ട്, മിന്റ് ലീഫ് എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് സ്പൈസസ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇത്രയാണ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ 2 സബോള തിന്നായിട്ട് അരിയുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സോൾട്ടും കുറച്ച് ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഓയിലിലേക്ക് ഇടാൻ. ആ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സബോള കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടിയില്ല എന്നെ ചീത്ത വിളിക്കില്ലേ.
ഗായ്സ്, അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റ് ആയി. ഇനി ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ബിരിയാണി പൊളിയായിട്ട് നമ്മുടെ മുന്നിലെത്തും. പിന്നെ നമ്മുടെ ഈറ്റിംഗ് ടൈം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് നിൽക്കാൻ പോയി കേട്ടോ. അപ്പൊ ആദ്യം എന്താ ചെയ്യണം, ചെറിയ ഹമൂറിന്റെ പീസ് ഒക്കെ എടുക്കുക, ഇച്ചിരി റൈസ് അങ്ങോട്ട് എടുക്കുക, ഇച്ചിരി റൈസിലോട്ടങ്ങ് മുക്കുക. ഹമൂർ വേറെ ലെവലാട്ടോ, ഒന്നും പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആട്ടോ. നിങ്ങൾ ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് സെലക്ട് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കും കഴിക്കാം. ഇതിനകത്ത് അധികം മുള്ളൊന്നുമില്ല. ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തല്ലിപ്പൊട്ടിക്കാൻ മറക്കരുത്. ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ഗുഡ് ബൈ.